ലൈഫിൽ പ്രോഗ്രസ് ആഗ്രഹിക്കാത്ത, സക്സസ് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ലല്ലേ. എല്ലാവർക്കും സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതിനുവേണ്ടി പല പല കാര്യങ്ങളും ലൈഫിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്, പല പല ചേഞ്ചസും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഈ പലതരത്തിലുള്ള ചേഞ്ചസും കൊണ്ടുവരുന്നത് ജനുവരി 1-ാം തീയതി ആയിരിക്കും, ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട്. പക്ഷേ ഒരു വലിയ പേഴ്സൻറ്റേജ് ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നില്ല. അതിലൊരു 10% ആൾക്കാരൊക്കെ ആയിരിക്കും ഈ എടുക്കുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാർ. ബാക്കി എല്ലാവരും ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് ഡ്രോപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ജിമ്മിൽ പോകണം, ബോഡി സെറ്റാക്കണമെന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും ജിമ്മിൽ ജോയിൻ ചെയ്യും. ആ ടൈമിലാണ് ജിമ്മുകാരുടെ പീക്ക് ടൈമിങ്. അവർക്ക് ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാർ വരുന്ന സമയമാണ് ജനുവരി മാസം. ഓക്കെ, പക്ഷേ ആ ജനുവരി മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു 80% ആൾക്കാരും ഡിസ്കണ്ടിന്യൂ ആണ് നമ്മൾ കണ്ടുവരുന്നത്. ആൾക്കാർക്ക് ഈ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ കാര്യം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു സംഭവം തന്നെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ബോറിങ്, ഇറ്റ് ഈസ് വെരി മെക്കാനിക്കൽ. പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിലേ, നമ്മൾ ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പോലും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. ഒരൊറ്റ മൈൻഡിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ് കൺസിസ്റ്റൻസി. അങ്ങനെയുള്ളവർക്കാണ് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കാനും പറ്റുള്ളൂ. വേറെ സെക്കൻഡ് തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആവില്ല. അപ്പം ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല ഹാബിറ്റുകളും ലൈഫിൽ കൊണ്ടുവരും. കൺസിസ്റ്റൻ്റായിട്ട് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ലൈഫ് വേണമെന്ന ആൾക്കാർക്ക് ഒരു സെറ്റ് ഓഫ് ഗുഡ് ഹാബിറ്റ്സ് അവർക്കുണ്ടാവും. പലതരത്തിലുള്ള ഹാബിറ്റ്സും ആൾക്കാർക്ക് ഉണ്ടാവും. ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും ഒരു ഹാബിറ്റ്, ചിലവർക്ക് ഡ്രിങ്കിങ് ആയിരിക്കും ഒരു ഹാബിറ്റ്, ചിലവർക്ക് ചിലപ്പോൾ സൈക്ലിംഗ് ആയിരിക്കും ഹാബിറ്റ്, ചിലവർക്ക് ഡ്രൈവിംഗ് ആയിരിക്കും ഹാബിറ്റ്. അങ്ങനത്തെ പല ഹാബിറ്റുള്ള ആൾക്കാരുണ്ടാവും. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളനുസരിച്ച് ഉണ്ടാകുന്നതാണ്. ബട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, ഒരു നല്ല രീതിയിലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ വേണം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് വേണമെന്നുള്ള ആൾക്കാർ അവരുടെ ലൈഫിലോട്ട് ഹെൽത്തി ആവാനും റിച്ച് ആവാനും കൂടുതൽ ഇൻ്റലക്ച്വൽ ആവാനും കൂടുതൽ സ്ട്രോങ് ആവാനും ബെറ്റർ ആവാനായിട്ടുള്ള ഹാബിറ്റ്സുകൾ കൊണ്ടുവരും. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹാബിറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല ഹാബിറ്റുകൾ ഒറ്റനവധി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ ഉൾക്കൊണ്ട് കുറേ കാര്യങ്ങൾ ഇതേപോലെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കും. ന്യൂ ഇയർ റെസൊല്യൂഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഒരു മോട്ടിവേഷൻ പുറത്തൊക്കെ ചെയ്തു തുടങ്ങും. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മളത് അതൊരു ഹാബിറ്റാക്കി മാറ്റണം. അങ്ങനെ ഒരു ഹാബിറ്റാക്കി മാറ്റിയാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. പിന്നീട് ആ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കും. അതിനാവശ്യമില്ലല്ലോ. അപ്പോൾ വി നീഡ് ടു ബിൽഡ് റിയലി ഗുഡ് ഹാബിറ്റ്സ് സോ ദാറ്റ് വി ക്യാൻ ബി സക്സസ്ഫുൾ വൺ ഡേ. ഞാനിപ്പോൾ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട്. എനിക്ക് വിക്കൊന്നുമില്ല, ഐ ഡോണ്ട് ഹാവ് വിക്ക്. ഓക്കെ, സ്റ്റാമറിങ് ഇല്ല. ബട്ട് ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ ഐ ഫീൽ വെരി നെർവസ്, ഐ ഫീൽ വെരി ലോ ലൈഫ്. സോ അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഐ എം ട്രൈയിങ് ഇറ്റ് ഇൻ എ കണ്ടിന്യൂസ് വേ, ഇൻ എ കൺസിസ്റ്റൻറ്റ് മാനർ, സോ ദാറ്റ് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ബ്രിങ് ഗുഡ് ഹാബിറ്റ്സ് ഇൻ യുവർ ലൈഫ്, ദാറ്റ് ഹാബിറ്റ്സ് വിൽ പുഷ് യു ടു എ സക്സസ്ഫുൾ ലൈഫ്. ഓക്കെ.